ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെ എൻ നിത്യവാസമാമേൻ. കർത്താവിനോടു കൂടെ എൻ നിത്യവാസമാമേൻ. സഭകളിൽ പോലും നമ്മൾ കേൾക്കുന്നത് നിത്യജീവനെ കുറിച്ചല്ല, ഇവിടെ നമുക്ക് എന്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇവിടെ നമുക്കൊന്നും ലഭിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ ലഭിക്കുന്നതൊന്നും നിത്യമല്ല. നിത്യമല്ലാത്ത കാര്യങ്ങളല്ല, ഇവിടെ കളഞ്ഞേച്ച് പോകേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കളഞ്ഞേച്ച് പോകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് എൻ്റെ ജീവൻ കളയാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ പൗലോസിൻ്റെ വാക്കുകൾ, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതിനെ പിടിച്ചോളുക. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നിൻ്റെ ജീവിതം. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ എന്തിനെയാണ് പിടിച്ചുകൊള്ളേണ്ടത്? നിത്യജീവനെ. കാരണം എന്താ? നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനായിട്ടാണ്. നിത്യജീവനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വിളിക്കപ്പെട്ടതാണ്. എന്നാൽ നമ്മളുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകും തോറും വളരെ മഹത്വപൂർണമായ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്തോ കിട്ടാനാ? ഇതെല്ലാം കളഞ്ഞു പോകണ്ടേ? പക്ഷേ നിത്യജീവനെയാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിൽ നമ്മൾ ഇവിടെ സ്വപ്നം കാണാൻ കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. റോമാലേഖനത്തിൽ നമ്മൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ ശരിക്കും ഈ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 30-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ഒരു പ്രോസസ്സാണ്. വിളിച്ചു, നമ്മളിനി കാണുന്ന വേദഭാഗമുണ്ട്, ഇതെല്ലാം തുടങ്ങുന്നത് വിളിയോടുകൂടെയാണ്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. അതിന് മുകളിലത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചെങ്കിലേ അതിൻ്റെ കറക്റ്റ് അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അവൻ മുന്നറിഞ്ഞവരെ, 29-ാമത്തെ വാക്യത്തിൽ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പോൾ എല്ലാം തുടങ്ങുന്നത് മുന്നറിവിൽ നിന്നാണ്. മുന്നറിവിൽ അവൻ നമ്മളെ മുന്നറിഞ്ഞു. അവനെ ആരൊക്കെ സ്വീകരിക്കുമെന്നും ആരൊക്കെ അവൻ്റെ പിന്നാലെ പോകുമെന്നും അവൻ മുന്നറിഞ്ഞു. അവൻ മുന്നറിഞ്ഞവരെയാണ് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നത്. മുൻനിയമനമല്ല തുടങ്ങുന്നത്. എന്താ തുടങ്ങുന്നത്? മുന്നറിവാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, ദൈവം ചിലരെയൊക്കെ തേജസ്സിന് വേണ്ടി വിളിച്ചു, മറ്റുള്ളവരെയൊക്കെ നരകത്തിന് വേണ്ടി വിളിച്ചു എന്ന് ചിന്തിക്കരുത്. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അതായത് ഇതൊന്നും നമ്മളെ കാര്യമൊന്നുമല്ല, ആരൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അവരൊക്കെ അങ്ങ് പോകും, ബാക്കിയുള്ളവർ ആരൊക്കെ നരകത്തിൽ പോകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അവരൊക്കെ നരകത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ എന്തൊരു കഷ്ടമാണ്, ഇല്ലേ? എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ചിന്തിച്ചാൽ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ, കാര്യം അതൊക്കെ നേരത്തെ തന്നെ ദൈവം എല്ലാം അങ്ങ് തീരുമാനിച്ചിരിക്കുക. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്ന ടീച്ചിങ്, അതൊരു ബിബ്ലിക്കൽ ടീച്ചിങ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻനിയമനത്തിന് മുമ്പ് തുടങ്ങിയതാണ് മുന്നറിവ്. ഞാൻ യേശുവിനെ സ്വീകരിക്കുമെന്നും ഞാൻ ഇവിടെ യേശുവിനോട് കൂടെ ജീവിക്കുമെന്നും അതിനുള്ള തീരുമാനം ഞാൻ എടുക്കുമെന്നും ദൈവം മുന്നറിഞ്ഞു. അത് ദൈവത്തിനറിയാം. ആരൊക്കെ ദൈവത്തെ സ്വീകരിക്കുമെന്നും ആരൊക്കെ സ്വീകരിക്കത്തില്ല, തള്ളിക്കളയുമെന്നും ദൈവത്തിന് മുന്നറിവുണ്ട്. ആ മുന്നറിവ് വെച്ചാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മുൻ നിയമിക്കുന്നത്. ആ ഭാഗത്തിലേക്ക് നമ്മൾ കൂടുതൽ കടന്നു പോകുന്നില്ല, എങ്കിലും തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ പറയുകയാണ്. മുൻനിയമനത്തെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മുൻനിയമനത്തിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് മുന്നറിവ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചില ഭാഗങ്ങളിൽ പഠിക്കേണ്ടതുണ്ട്. ആ
മുൻ നിയമനത്തിൻ്റെ പ്രത്യേകത. എന്തിനാ മുൻ നിയമിച്ചിരിക്കുന്നത്? നമ്മൾ യേശുവിനെ പോലെ ആകാൻ. അതാണ് യേശുവിൻ്റെ മുൻ നിയമനം. നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം. അത് അങ്ങനെ അതിനു വേണ്ടി നമ്മളെ മുൻ നിയമിച്ച് വിളിക്കുന്നു. നമ്മുടെ മേലുള്ള കോളിങ് അതാണ്. അവൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിളിക്കുന്നു. അപ്പോൾ മുൻ അറിവ്, മുൻ നിയമനം, വിളി, നീതീകരണം കൊണ്ട് മാത്രം കാര്യം തീരുന്നില്ല. നീതീകരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിന് നമ്മളെ പ്രാപ്തമാക്കിയത് നീതീകരണമാണ്. കാരണം നീതീകരിക്കപ്പെടാത്ത ഒരാൾക്കും, നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാം, നീതീകരിക്കപ്പെടാത്ത ഒരാൾക്കും ദൈവത്തോട് സമാധാനമില്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നീതീകരിക്കപ്പെടാത്ത ഒരാൾക്കും ദൈവത്തോട് സമാധാനമില്ല. ആ ദൈവത്തോട് സമാധാനമില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നീതീകരിച്ചപ്പോൾ തന്നെ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി. നീതീകരണം നടന്നു. കാൽവറി ക്രൂശിൽ യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു. നീതീകരണം സാധ്യമായി തീർന്നു. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ നമ്മളെ നീതീകരിക്കുന്നു. എന്നാൽ നീതീകരിച്ചവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് നയിക്കുകയാണ്. എന്താണ്? തേജസ്കരണം. ആ പ്രോസസ്സിലാണ് നമ്മൾ. ആ പ്രോസസ്സ് വിശുദ്ധീകരണത്തിലൂടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇറ്റ് ഈസ് ത്രൂ സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ നമ്മളെ ദൈവവുമായിട്ട് സമാധാനത്തിലാക്കി. ജസ്റ്റിഫിക്കേഷൻ നടന്നാൽ അടുത്തതെന്താണ്? നമ്മൾ അവനോട് ഏകീഭവിക്കുവാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ട ഏറ്റവും ഒടുവിൽ നമ്മൾ എവിടെ ചെന്ന് ചേരുന്നു? തേജസ്കരണത്തിൽ എത്തിച്ചേരുന്നു. ഇപ്പോഴേ നമ്മൾ തേജസ്സിൻ്റെ പാതയിലാണ്. അതുകൊണ്ടാണ് തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴേ തേജസ് നമ്മളിലുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. ആ തേജസ് നമ്മൾ പ്രാപിക്കുന്നത് നമ്മൾ വിശുദ്ധീകരണത്തിലൂടെ കർത്താവിനോട് അനുരൂപത പ്രാപിച്ച് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ സ്വർഗത്തിലെത്തുമ്പോൾ തേജസ്സിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിത്യജീവനായി വിളിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ തേജസ്സിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുന്ന. നമുക്കിതൊന്നും ഉണ്ടായിരുന്നവരൊന്നും അല്ല. നമുക്ക് തേജസ്സും ഇല്ലായിരുന്നു, നീതിയും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കർത്താവ് നമുക്ക് നൽകി. നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യജീവനായി വിളിക്കപ്പെട്ടു. നിത്യജീവൻ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ജീവനല്ല, ഇവിടെ തന്നെ തുടങ്ങുന്നതും എന്നാൽ മരിച്ചാലും തീരാത്തതുമായ ജീവനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ നിത്യജീവനായി വിളിക്കപ്പെട്ടു. തേജസ്കരണം വരെ നമ്മൾ പോകണം. അപ്പോൾ നീതീകരിക്കപ്പെട്ടാൽ വിശുദ്ധീകരണത്തിലൂടെ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ട് ആത്യന്തികമായി നമ്മൾ തേജസ്കരിക്കപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് യാത്രയാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ നമ്മൾ തേജസ്സിനായി മുന്നൊരുക്കിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്. ഇതുപോലെയുള്ള പല വേദഭാഗങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കാൻ, അതായത് എന്തിനായി വിളിക്കപ്പെട്ടു എന്ന് പല വേദഭാഗങ്ങളുണ്ട്. എന്നാൽ 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്.
അപ്പോൾ ഈ മഹത്വം ആരുടേതാണ്? യേശുക്രിസ്തുവിൻ്റെ മഹത്വം. ആത്യന്തികമായി യേശുവിനുള്ള മഹത്വം പോലെ നമ്മളെ കർത്താവ് മഹത്വത്തിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ദൈവം ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ ഈ പ്ലാൻ വളരെ ക്ലിയറായിട്ടുണ്ട്. ആത്യന്തികമായി ഇവനെ എൻ്റെ പുത്രൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കണം, തേജസ്സിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. ആത്യന്തികമായി നമ്മൾ തേജസ്സിലേക്ക്, സ്വർഗത്തിൽ, അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ട് അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നതായ ഒരു തേജസ്സിൻ്റെ ഒരു സ്റ്റേജിലേക്ക് അവൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ തേജസ്സിനായി നമ്മൾ വിളിക്കപ്പെട്ടു, സ്വർഗത്തിനായി വിളിക്കപ്പെട്ടു. എന്നാൽ അങ്ങ് സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തുടക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ഇപ്പോഴേ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യേശുക്രിസ്തുവിനായി. നമ്മളെ യേശുക്രിസ്തുവിനായി വിളിച്ചിരിക്കുകയാണ്, ഇല്ലേ? ഞാൻ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിന് വേണ്ടിയാണ്. ലോകത്തിലെല്ലാ വസ്തുക്കളും ദൈവം സൃഷ്ടിച്ച ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? മനുഷ്യന് വേണ്ടിയാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എവ്രിതിങ് ഗോഡ് ക്രിയേറ്റഡ് ഫോർ മാൻ. മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയിലെ സകല കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് ലോകത്തിന് വേണ്ടിയല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ലോകത്തിലെ എല്ലാം ദൈവം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ലോകത്തിന് വേണ്ടിയല്ല, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കാതെ മൈൽസ് മൺറോ പോലെയുള്ള ദുരുപദേശക്കാർ പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയെ വാഴാനാ, ഭൂമിക്ക് വേണ്ടിയാ. അതെല്ലാം ദുരുപദേശങ്ങളാണ്. ഭൂമിയെ വാഴുവാൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയെ വാഴുവാൻ നമ്മളെ സൃഷ്ടിക്കേണ്ട വലിയ അത്യാവശ്യം. ഒരു ദൂതനെ ഏൽപ്പിച്ചാലും ഭൂമിയൊക്കെ നല്ല ക്ലീനായിട്ട് ദൂതന്മാർ നോക്കിക്കോളൂ. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ഭൂമിയെ വാഴുവാനല്ല, ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു നീ ഇതൊക്കെ നോക്കി നടത്തിക്കോളാൻ. അതിൻ്റെ അർത്ഥം നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ഭൂമി നോക്കി നടത്താൻ വേണ്ടിയല്ല. പക്ഷേ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഭൂമി നോക്കി നടത്തണം. പക്ഷേ നമ്മളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയല്ല. ഇപ്പം ഞാൻ ജെസിയെ കല്യാണം കഴിച്ചത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങളുടെ വീട്ടിലൊരു അടുക്കളയുണ്ട്, അടുക്കള വാഴുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വിഡിത്തമായിരിക്കും, ഇല്ലേ? ഞാൻ ജെസിയെ വിവാഹം കഴിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഷീ ഈസ് ഫോർ മീ. എന്നാൽ വന്നപ്പോൾ തൊട്ട് അടുക്കളയിൽ അവളാ വാഴുന്നത് എന്ന് വെച്ചോണ്ട് അടുക്കള വാഴാനാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ? ഇതുപോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയെ വാഴുവാനാണെന്ന് പഠിപ്പിക്കുന്ന. ഇവിടെ അടുത്തൊക്കെ ആരാണ്ടൊക്കെ ഉണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവരാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് ദൈവരാജ്യം. അതൊന്നുമല്ല ദൈവരാജ്യം. ദൈവരാജ്യം ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ്, ഞാൻ രാജാവായിരിക്കുന്ന അവസ്ഥയല്ല. നിങ്ങൾ രാജാക്കന്മാരാണ് വാഴുവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഈ കുറച്ച് വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ വേദപുസ്തക പ്രകാരം ശരിയാണോ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, പല ആളുകളുടെയും ഉപദേശങ്ങൾ വേദപുസ്തകത്തിന് അനുസൃതമല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സകലത്തെയും വാഴുന്ന ഒരു രാജാവേ ഉള്ളൂ. അത് നമ്മുടെ ദൈവമായ രാജാവാണ്. നമ്മളാരും രാജാക്കന്മാരല്ല. ആദാം രാജാവായിരുന്നില്ല. ആദാം രാജകുമാരനായിരുന്നെന്ന് വേണമെങ്കിൽ
നമുക്ക് വേണമെങ്കിൽ പറയാം. രാജാവിൻ്റെ മകനായിരുന്നു അവനെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രാജാവ് ആര് മാത്രമാണ്? ദൈവം മാത്രമാണ്. അതുകൊണ്ട് ദുരുപദേശങ്ങളിൽ പെട്ടുപോകരുത്. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിലൊക്കെ ഇത് പറയുന്നത്, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഭൂമിക്ക് വേണ്ടി അല്ല സൃഷ്ടിച്ചത്, പ്രത്യുത ദൈവത്തിനു വേണ്ടിയാണ്. നമ്മളെ വീണ്ടെടുത്തതും എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. ദൈവം എന്തിനാണ് നമ്മളെ വീണ്ടെടുത്തത്? പല പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സും പറയുന്നത് നമ്മളെ രാജാക്കന്മാരാക്കുവാൻ, ഇവിടെ വാഴുവാൻ നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അല്ല. ഇവിടുത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചിങ് എല്ലാം അങ്ങനെയാണല്ലോ. നമ്മളിവിടെ വാഴുവാനാക്കിയിരിക്കുകയാണ്. ഇതൊന്നും വേദപുസ്തകത്തിൻ്റെ ഉപദേശമല്ല. നമ്മളെ ദൈവം വീണ്ടെടുത്തത് ഇവിടെ വാഴുവാൻ വേണ്ടിയല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പം അവൻ വാഴുമ്പം ആ കസേരയുടെ ഇപ്പുറത്ത് നമ്മളോട് ഇരിക്കും, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെ രാജാക്കന്മാരും ആക്കിയിരിക്കുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ നമ്മൾ സ്വർഗത്തിലാണ്, നമ്മളാണോ വാഴുന്നത്? ഒന്നുമല്ല. സ്വർഗത്തിൽ ആരാ വാഴുന്നത്? യഹോവയാണ്, ദൈവമാണ്. പിന്നെ അവനിങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് നമുക്കും ആ കസേരയുടെ ഇപ്പുറത്ത് ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വാഴുന്നത് നമ്മൾ ഭൂമിയിലും വാഴുന്നില്ല, സ്വർഗത്തിലും വാഴുന്നില്ല. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെ എൻ നിത്യവാസമാമേൻ. കർത്താവിനോടു കൂടെ എൻ നിത്യവാസമാമേൻ. അവനിടം വിട്ടു ശരീരബദ്ധനായി ലോകേ വലഞ്ഞലഞ്ഞു ഞാൻ വീടോടടുക്കുന്നേ. ലോകേ വലഞ്ഞലഞ്ഞു ഞാൻ വീടോടടുക്കുന്നേ. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമാ 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാ 12 ഗോപുരം. കണ്ടാനന്ദിച്ചിടാം, നിത്യമായി വാണിടാം. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? എന്നാത്മവാസമോ മൽപീതൃഗേഹത്തിൽ പൊൻവാതിൽകൾ വിശ്വാസ കൺകൾക്കെത്ര ശോഭിതം. പൊൻവാതിൽകൾ വിശ്വാസ കൺകൾക്കെത്ര ശോഭിതം. ശുദ്ധരിൻ ശോഭനം അവകാശമാം ശാലേം പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം. പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ളം. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും. മന്നവനാമെന്നേശുവോടു കൂടെ വാണിടും. മന്നവനാമെന്നേശുവോടു കൂടെ വാണിടും.